ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന എന്നാൽ ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ബയോളജി ഒക്കെ പഠിക്കാൻ ഒരു മടിയൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അല്ലേ? അത് വിചാരിച്ചിട്ട് ബയോളജി സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു 5 ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോളിക്യുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ എക്സ്പെരിമെന്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ തുടങ്ങിയ മെക്കാനിസംസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെന്റീലിയൻ ജെനറ്റിക്സും എവല്യൂഷനെയും കണക്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ ക്രോസുകളെല്ലാം തന്നെ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ പെഡിഗ്രി സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ആൻഡ് എവല്യൂഷനിൽ നിന്നും ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ചോദിക്കാത്ത വർഷങ്ങൾ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് ആണ്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് C3 C4 സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ആൻഡ് നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോടെക്നോളജി ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആണ്. അതിൽ PCR-ന്റെ നമ്പർ ഓഫ് സൈക്കിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മിഡ് വെക്ടറും അതിന്റെ റെസ്ട്രിക്ഷൻ എൻസൈമും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബയോടെക്നോളജി 1 കംപ്ലീറ്റ്ലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഏറ്റവും ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബയോടെക്നോളജി. ആൻഡ് ഫൈനലി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നും വരാറുണ്ട്. സോ ഒരിക്കലും ബയോളജി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇന്ന് തന്നെ ഈ 5 ചാപ്റ്റർ മാസ്റ്റർ ചെയ്യുക. 15 മുതൽ 20 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐസർ റിലേറ്റഡ് കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐസർ ആസ്പിരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. സോ സീ യു ദേർ ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.